വിജയ് ഹസാരെ ട്രോഫിയിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കേരളം പരാജയപ്പെട്ടു. ഇന്ന് മധ്യപ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ 47 റൺസിനായിരുന്നു കേരളത്തിന്റെ പരാജയം. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകയോട് പരാജയപ്പെട്ട കേരളത്തിന് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമായിരുന്നു കേരളത്തിന്റെ ബാറ്റർമാർ കളഞ്ഞുകുളിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ബൗളർമാർ കേരളത്തിന്റെ പരാജയത്തിന് കാരണമായി മാറിയപ്പോൾ ഇത്തവണ ബാറ്റർമാരാണ് കേരളത്തിന് വിനയായി മാറിയത്. ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശിനെ 214 റൺസിന് ഒതുക്കാൻ കേരളത്തിന്റെ ബൗളർമാർക്ക് കഴിഞ്ഞു. ടോസ് നേടി ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന് വേണ്ടി ബൗളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ 46-ാം ഓവറിൽ തന്നെ മധ്യപ്രദേശ് 214 റൺസിന് പുറത്തായി. 4 വിക്കറ്റുമായി അങ്കിഷ് ശർമ്മയും 3 വിക്കറ്റുമായി ബാബ അപരിജിത്തുമാണ് കേരളത്തിനായി ബൗളിംഗിൽ തിളങ്ങിയത്. 93 റൺസ് നേടിയ ഹിമാംശു മാന്ത്രിയുടെ ബാറ്റിംഗ് ആയിരുന്നു മധ്യപ്രദേശിനെ 200 കടക്കാൻ സഹായിച്ചത്. മറുപടി ബാറ്റിംഗിൽ കേരളത്തിന്റെ ബാറ്റർമാർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. 42 റൺസ് നേടിയ ഷറഫുദ്ദീനും 30 റൺസ് നേടിയ സൽമാൻ യസാറിനും മാത്രമാണ് ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം നടത്താൻ കഴിഞ്ഞുള്ളൂ. തുടക്കത്തിൽ തന്നെ ബാറ്റിംഗ് തകർച്ചയിൽ വീണ കേരളം 40-ാം ഓവറിന്റെ ഒന്നാം പന്തിൽ 167 റൺസിന് ഓൾ ഔട്ടായി. ക്യാപ്റ്റൻ രോഹൻ കുന്നുമേൽ 19 റൺസും വിഷ്ണു വിനോദ് 20 റൺസും മുഹമ്മദ് അസറുദ്ദീൻ 15 റൺസും കൃഷ്ണപ്രസാദ് 4 റൺസുമാണ് നേടിയത്. ബാബ അപരിജിത്ത് 9 റൺസിനും അങ്കിഷ് ശർമ്മ 13 റൺസിനും പുറത്തായി.